അപ്പോൾ PVR കാൽക്കുലേറ്റ് ചെയ്യാനും BIP കാൽക്കുലേറ്റ് ചെയ്യാനും സെയിൽസ് റിക്വയർഡ് ടു ഏൺ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. അതിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് സെയിൽസ് വന്നിട്ടുണ്ട്. എത്രയാണ്? സോറി, സെയിൽസ് 1 lakh ആണ് കേട്ടോ. സെയിൽസ് 1 lakh. ദെൻ വാരിയബിൾ കോസ്റ്റ് വരുന്നത് എത്രയാണ്? 60,000. ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? 30,000. നമ്മളോട് എന്തൊക്കെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? PVR അല്ലെ? എന്താണ് PVR? പ്രോഫിറ്റ് വോളിയം റേഷ്യോ അല്ലെ? BIP സെയിൽ, ഇവിടെയൊക്കെ BIP എന്ന് പറഞ്ഞാൽ BIP സെയിലാണ് നമ്മൾ കണ്ടുപിടിക്കണം കേട്ടോ. ഓക്കെ, BIP സെയിൽ നമ്മൾ കണ്ടുപിടിക്കണം. അതുപോലെ സെയിൽസ് റിക്വയർഡ് ടു ഏൺ പ്രോഫിറ്റ് ഓഫ് 20,000. 3 ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. 3 ക്വസ്റ്റ്യൻസ്. അപ്പൊ അതിൽ ഒന്നാമത്തെ ഞാൻ ഇവിടെ വർക്ക്ഔട്ട് ചെയ്യാൻ പോവാണ്. ഒന്നാമത്തെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? PVR ആണ് അല്ലെ? PVR എന്തായിരുന്നു? PVR കാണാനുള്ള ഇക്വേഷൻ കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് ആണ്. എന്താണ് മഫൂസ് കോൺട്രിബ്യൂഷൻ കാണാനുള്ള ഇക്വേഷൻ? സെയിൽസിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? വാരിയബിൾ കോസ്റ്റ് കുറച്ചാൽ അല്ലെ? ഇവിടെ സെയിൽസ് തന്നിട്ടുണ്ട്, ഇവിടെ നമുക്ക് വാരിയബിൾ കോസ്റ്റും തന്നിട്ടുണ്ട്. സോ ഹിയർ കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു 1 lakh മൈനസ് വാരിയബിൾ കോസ്റ്റ് എത്രയാ? 60,000. 60,000 ഈസ് ഈക്വൽ ടു 40,000. 40,000 ആണ് എന്ത്? കോൺട്രിബ്യൂഷൻ. സെയിൽസ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണ്? 1 lakh ആണ്. Therefore ഞാൻ ഇക്വേഷനിലേക്ക് ഇടുന്നത് കോൺട്രിബ്യൂഷൻ എത്രയാണ്? 40,000 ആണ്. ശരി. ഓൾ ഡിവൈഡ് ബൈ സെയിൽസ് എത്രയാണ്? 1 lakh ആണ്. 1 lakh. ഓക്കെ. ഞാൻ അതിനെ പെർസെന്റേജ് കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ എത്ര പെർസെന്റേജ് ആണ് നമ്മുടെ PV റേഷ്യോ? 40% ആണ്. എത്രയാണ്? 40%. ക്ലിയർ ആണോ? അപ്പം ഒന്നിന് നമ്മൾ ആൻസർ ചെയ്തു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. എന്തായിരുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? ഫൈൻഡ് ഔട്ട് BP കണ്ടുപിടിക്കണം. നോർമൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഇക്വേഷൻ എന്തായിരുന്നു? ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ ആണ് അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ ചെയ്യാം? ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ PVR അല്ല, നമ്മൾ നേരത്തെ ചെയ്ത് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ ഇൻടു സെയിൽസ് ചെയ്താൽ എന്ത് ചെയ്യുക? BP സെയിൽസ് നമുക്ക് കിട്ടുന്നത്. ശരിയല്ലേ? ഇവിടെ BP സെയിൽസ് കിട്ടാൻ നമ്മൾ അത് ചെയ്തതിന് പകരം എന്ത് ചെയ്താൽ മതി? ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ PVR ചെയ്താൽ മതി. ഫിക്സഡ് കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 30,000. 30,000 ഡിവൈഡ് ബൈ PV റേഷ്യോ എത്രയാ? 40%. 40%. 40%. 30,000 ഡിവൈഡ് ബൈ 40%. എങ്ങനെ ചെയ്യാം? 30,000 ഡിവൈഡ് ബൈ 0.4 ചെയ്യാം അല്ലെ? അല്ലെങ്കിൽ 40% തന്നെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. ഏകദേശം 75,000 വരും ഇതിന്റെ ആൻസർ. 75,000. BP സെയിൽസ് എത്ര വരുന്നത്? 75,000. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇനി അടുത്തത് സെയിൽസ് റിക്വയർഡ് ടു ഏൺ ഡിസൈർഡ് പ്രോഫിറ്റ് ഓഫ് 20,000. 20,000 പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എത്ര സെയിൽ നടത്തണം? എന്തായിരുന്നു പണ്ടത്തെ ഇക്വേഷൻ? എന്തായിരുന്നു? ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈർഡ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ ഇൻടു സെയിൽസ് അല്ലെ? ഇത് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യണ്ട. പകരം എന്ത് ചെയ്താൽ മതി? ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ PVR ചെയ്താൽ മതി. ഇസിക്കൽ ടു ഫിക്സഡ് കോസ്റ്റ് എത്രയാ? 30,000. ഫിക്സഡ് കോസ്റ്റ് എത്ര വരുന്നത്? 30,000. ഫിക്സഡ് കോസ്റ്റ് 30,000 പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് എത്രയാ? 20,000 അല്ലെ? 20,000 ഡിവൈഡ് ബൈ PV റേഷ്യോ എത്രയാ? 40% ഇസിക്കൽ ടു 50,000 ഡിവൈഡ് ബൈ 40% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരട്ടിയും അതിന്റെ പകുതിയും കൂടെ വരും. 1,25,000 വരും. റൈറ്റ്? 1,25,000. 1,25,000 വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടും എന്നാ പറയുന്നത്? 20,000 പ്രോഫിറ്റ്. നമുക്ക് വേണമെങ്കിൽ അത് വെരിഫൈ ചെയ്യാം. പക്ഷെ നമ്മൾ അതിന്റെ ആവശ്യമില്ല. നമ്മൾ അങ്ങനത്തെ ഒരുപാട് ചെയ്തു കഴിഞ്ഞു. ഓക്കെ, ക്ലിയർ ആണോ? പ്രോബ്ലം ക്ലിയർ ആണോ? ഓക്കെ.